പ്രൊഫസർ ശോഭീന്ദ്രന്റെ ഓർമ്മയ്ക്ക് പച്ചപ്പ് നൽകി പയ്യോളിയിൽ ശോഭീന്ദ്ര വൃക്ഷം പദ്ധതി. പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ 15-16 വാർഡുകളിലായാണ് ഈ ഹരിത സംരംഭം നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ VK അബ്ദുറഹിമാൻ നിർവഹിച്ചു. പയ്യോളിയിൽ ശോഭീന്ദ്ര വൃക്ഷം പദ്ധതിക്ക് തുടക്കമായി. മുനിസിപ്പാലിറ്റി 15-16 വാർഡുകളിൽ ശോഭീന്ദ്ര വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ കാട്ടുകൊണ്ടി ഹംസയുടെ നേതൃത്വത്തിൽ 15-16 വാർഡുകളിൽ തുറശ്ശേരിക്കടവ് കോവുപ്പുറം ഭാഗത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15 വർഷത്തിലേറെയായി അദ്ദേഹം ഇവിടെ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട്, മിറക്കിൾ ഫ്രൂട്ട്, നെല്ലി, മാവ്, പ്ലാവ്, പീനട്ട് ബട്ടർ, മംഗോസ്റ്റിൻ, റോളിനോ തുടങ്ങിയവയുടെ തൈകളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ സ്മരണയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ VK അബ്ദുറഹിമാൻ നിർവഹിച്ചു. അതിന്റെ കായ്ഫലങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. അദ്ദേഹം ഇവിടെ വെച്ച 1-2 ഉപാധികളുണ്ട്. അത് സമൂഹം മനസ്സിലാക്കണം. ഒന്ന്, എറിഞ്ഞിട്ട് നശിപ്പിക്കരുത്. രണ്ടാമത്, തോട്ടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് അത് ഭക്ഷിക്കാം. അത് രണ്ടും വളരെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഈ ഫലവൃക്ഷ തൈകൾ നാട്ടിനായി സമർപ്പിക്കുമ്പോൾ അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ബാധ്യതയും കൂടി സമൂഹം ഏറ്റെടുക്കണം. കാരണം അദ്ദേഹം ഒരുപാട് ദൂരത്തു നിന്നായിരിക്കാം ഇതിവിടെ ഈ ഫലവൃക്ഷ തൈകൾ നടന്നത്. ആ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വെക്കുമ്പോൾ അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ബാധ്യതയും കൂടിയും പൊതുസമൂഹത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഇനി അംസഖാനെ സംബന്ധിച്ച് കുറച്ചു കാര്യം എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പാലിയേറ്റീവിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള പൊതുജന പരിപാടികൾ, പൊതുയിടങ്ങളിൽ നടക്കേണ്ട പരിപാടികൾ, ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞാൻ കാണാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനം മഹനീയമാണ്. നാടിനെ ഹരിതാപമാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നഗരസഭ നടപ്പിലാക്കി വരുന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയങ്കണ്ടി നാരായണൻ മുഖ്യാതിഥിയായി. ഒരുപക്ഷെ മോണിറ്ററി ആയിട്ടുള്ള, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനിഫിറ്റും അദ്ദേഹത്തിന് കിട്ടിക്കാണില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി കൊണ്ട് ഈ ഭൂമിക്ക്, ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും എത്രമാത്രം ഗുണമുണ്ടായി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പ്രതിഫലം ഇന്ന് നമ്മളൊക്കെ അദ്ദേഹത്തെ ഓർക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ നേരത്തെ ഇവിടെ മറ്റാരോ സൂചിപ്പിച്ചതുപോലെ ഈ നാടിൻ്റെ ശോഭീന്ദ്ര മാഷാവാകാൻ കഴിയുന്ന ഹംസക്കയും ഇതുപോലെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ വർഷങ്ങളായി ഈ പാതയോരത്തും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ വൃക്ഷത്തൈകൾ വെച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. നമ്മൾ പക്ഷികൾക്ക് വേനലിൽ കുടിവെള്ളം കൊടുക്കുന്നു, അതുപോലെ മറ്റ് പഠനയാത്രകൾ നടത്തുന്നു, ഹരിതയാത്രകൾ നടത്തുന്നു, വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു, ഇങ്ങനെ പലതും. എന്നാൽ എന്നും എപ്പോഴും അതുപോലെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള യുദ്ധം വലിയൊരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ഹംസയെ പോലെയുള്ള ആളുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി നാശം കൊണ്ട് വലയുന്ന ഭൂമിക്ക് കരുതലാവുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് നഗരസഭാ ചെയർമാൻ പാതയോരത്ത് റോളിനോ വൃക്ഷത്തൈ നട്ടു. വാർഡ് കൗൺസിലർ CK ഷഹനാസ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർമാരായ ഗോപാലൻ കാര്യാട്ട്, ഷിജിന മോഹൻ, ഹരിതമിത്രം പ്രവർത്തകരായ മൊയ്തു ഓതയോത്ത്, KP മുജീബ്, KK ജൗഹർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യോളി.